ഗാർലിക് മയോണൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ഗ്രില്ലിൻ്റെ കൂടെയും ഷവർമയുടെ കൂടെയും സാൻഡ്വിച്ചിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മയോണൈസ് റെസിപ്പിയാണ്. അപ്പോൾ പലരും ഉണ്ടാക്കുന്നത് ഡിഫറെൻറ്റ് വേയിലാണ്. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ഹോട്ടലിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റൈലിലാണ്. മുട്ട മുഴുവനായിട്ട് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. പലരും ഉണ്ടാക്കുന്നതിൽ എഗ് വൈറ്റ് മാത്രം യൂസ് ചെയ്താണ് മയോണൈസ് തയ്യാറാക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം, മുഴുവനായിട്ട് വീഡിയോ കാണാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിട്ട് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാം. ഒരു മുട്ട വെച്ചാണ് ഞാൻ മയോണൈസ് തയ്യാറാക്കിയിട്ടുള്ളത്. അതിനായിട്ട് 5 ചെറിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറിയ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. അതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1/4 ടീസ്പൂണിൽ കുറവായിട്ടാണ് ഉപ്പിട്ടുള്ളത്. ഉപ്പ് കൂടാൻ പാടില്ല. ഇനി ഇത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇനി അതിലോട്ട് 1/2 ടീസ്പൂൺ വിനെഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാത്രം 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അവസാനം മാത്രമേ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാൻ പാടുള്ളൂ. ആദ്യം തന്നെ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മയോണൈസ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ഇനി ഇത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള മയോണൈസ് തയ്യാറായിട്ടുണ്ട്. ഒരു മുട്ടയ്ക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ വെച്ച് നല്ല തിക്കായിട്ടുള്ള മയോണൈസ് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. 1-2 ദിവസം നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. എയർ ടൈറ്റ് ആയിട്ടുള്ള ജാറിലിട്ടിട്ട്. അതിൽ കൂടുതൽ വെക്കാൻ പാടില്ല, പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഷവർമയുടെ കൂടെയും സാൻഡ്വിച്ചിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഗാർലിക് മയോണൈസ് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.